നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ കുറ്റം സമ്മതിച്ച് പ്രതി അഷ്കർ. കുഞ്ഞിന്റെ കാലിൽ ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളിച്ചു. കൈകൾ ഒടിഞ്ഞ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് 12 ദിവസത്തിനു ശേഷം. കുഞ്ഞിനെ മർദ്ദിക്കുന്നതിന് അമ്മയുടെ മൗനസമ്മതം ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തൽ. അതിക്രൂര ആക്രമണം 1.5 വയസ്സുകാരൻ നേരിട്ടുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കുട്ടിയുടെ മരണകാരണം നെഞ്ചിനും തലയ്ക്കുമേറ്റ ക്ഷതം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കുട്ടിയുടെ ശരീരത്തിൽ 91 മുറിവുകളുണ്ടെന്നും വാരിയലിന് പൊട്ടലുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ക്രിമിനൽ കേസ് പ്രതിയുടെ ഭീഷണി. പോലീസ് ഉദ്യോഗസ്ഥനെ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അർജുൻ ആയങ്കിയെ കോതമംഗലം റിസോർട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെയാണ് ഭീഷണി. പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ലെന്നും ജീവിതം താറുമാറാക്കിയതിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നും കുറിപ്പിലുണ്ട്. സൗജന്യ യാത്രയുടെ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക്. ജൂൺ 15 മുതൽ നടപ്പാക്കാൻ നീക്കം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ചരിത്രപരമായ പദ്ധതിയുടെ അന്തിമ രൂപം മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക്. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഗതാഗത വകുപ്പ് സമർപ്പിച്ച ശുപാർശകളിൽ മുഖ്യമന്ത്രി വൈകാതെ തന്നെ ഉന്നതതല യോഗം വിളിച്ച് അന്തിമ തീരുമാനമെടുക്കും. വരുന്ന ജൂൺ 15 പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നേരത്തെ മന്ത്രി CP ജോൺ പ്രഖ്യാപിച്ചതുപോലെ സംസ്ഥാനത്തെ മുഴുവൻ വനിതകൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കാനാണ് തീരുമാനം. കൊണ്ടോട്ടിയിൽ ടിപ്പറും ട്രാവലറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. 10 പേർക്ക് പരിക്ക്. കൊണ്ടോട്ടിയിലുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശിയായ ട്രാവലർ ഡ്രൈവർ രാജേഷ്, പാലക്കാട് മുറുകശംകുന്ന് വായനശാല സ്വദേശി രമണി എന്നിവരാണ് മരണപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ 10 പേരിൽ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിൽ 27 പേരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നതിനിടെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലർട്ടും 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. കൂടാതെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്.